ഹായ് ഫ്രണ്ട്സ്, ഈ പ്രാവശ്യം നമ്മൾ പാടത്തിലാണ് കേട്ടോ കൃഷി ചെയ്യാൻ പോകുന്നത്. ഒരുപാട് കാടുള്ളത് കൊണ്ട് നമ്മൾ എല്ലാം വയക്കി പച്ചക്കറി തൈ നടാൻ വേണ്ടിയിട്ട് ആദ്യം മണ്ണ് സെറ്റാക്കുക കേട്ടോ. പിന്നെ കേരളത്തിലെ മണ്ണിൽ പുളിപ്പ് രസം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഡോളോമേറ്റോ കുമ്മായോ ചേർത്ത് മണ്ണ് സെറ്റാക്കണം. ഡോളോമേറ്റ് ആണെങ്കിൽ നമുക്ക് 7 ദിവസം കൊണ്ട് സെറ്റാവും. കുമ്മായ ആണെങ്കിൽ 12 ദിവസം വേണം കേട്ടോ. വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെടികൾക്ക് മുരടിച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആട്ടിൻ കാഷ്ടോ ചാണകപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കുന്നത് ചെടികൾ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് 12 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ചെടി നടുന്നുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഞാനിപ്പോൾ വെട്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് അത് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് ചെടികൾ പെട്ടെന്ന് വളരാനും സാധിക്കും. മണ്ണിൽ വളങ്ങളും പിടിക്കും കേട്ടോ. നമ്മൾ മണ്ണിൽ വളങ്ങളെല്ലാം സെറ്റാക്കി വെക്കുന്ന ദിവസം തന്നെ നമുക്ക് വിത്തും പാകണം. എന്നാൽ മാത്രമേ 12 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് വിത്തും കൂടി മുളച്ച് കിട്ടൂ. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ചെടിയെല്ലാം നല്ല ആരോഗ്യപരമായിട്ട് മുളച്ചിട്ടുണ്ട്. ചകിരി ചോറും മണ്ണും കൂടി മിക്സ് ആക്കിയിട്ട് കേട്ടോ ഞാൻ മുളപ്പിച്ചിരിക്കുന്നത് ചെടികളെല്ലാം. ഇനി നമുക്ക് ഡയറക്റ്റ് ഇത് നട്ടു കൊടുക്കേ വേണ്ടൂ. കണ്ടില്ലേ, വേരോട്ടെല്ലാം നല്ല രീതിക്ക് നടന്നിട്ടുണ്ട്. വെണ്ടയ്ക്ക ചെടിയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് നേരെ മണ്ണിൽ നടയേ വേണ്ടൂ. ഇപ്പം നമ്മൾ ചെടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കണ്ടില്ലേ, എന്ത് ആരോഗ്യപരമായിട്ടാണ് നമ്മൾ ചെടി വളർന്നിട്ടുള്ളതെന്ന്. ഇലച്ചുരുട്ടി രോഗം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.